ഇനി ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഡിസ്കവർ യുവർ ഐഡൻറ്റിറ്റി. നിങ്ങൾ നിങ്ങളെ കണ്ടെത്തണം. നിങ്ങൾ ആരാണ് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ വളർച്ച നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ഗ്രോത്ത്, നിങ്ങളുടെ ഡെവലപ്മെൻറ്റ്സ് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ വളരുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വെല്ലുവിളികളുണ്ട്. മല കയറുമ്പോൾ, ഇപ്പം ഈ കുന്നിലേക്ക് കയറുമ്പോൾ എൻ്റെ കാർ ഓടിച്ചു വന്നപ്പോൾ വെല്ലുവിളികളായിരുന്നു. ഇതുപോലെ ജീവിതത്തിൽ ഒത്തിരി വെല്ലുവിളികളുണ്ട്. ആ വെല്ലുവിളികൾ എങ്ങനെ നേരിടണം? നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. പല ആളുകൾക്ക് അവരവരെ ഇഷ്ടമല്ല, ഡിസോൺ ചെയ്തിരിക്കുക. അപകർഷതാബോധം എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? എന്നെ കൊച്ചാക്കി കാണുക, എനിക്കൊന്നിനും കഴിവില്ല. അപ്പം നിങ്ങളുടെ വ്യക്തിത്വത്തെ, നിങ്ങളുടെ തനിമയെ, നിങ്ങൾക്ക് തുല്യമായി ലോകത്തിൽ വേറെ ആരെയും ദൈവം സൃഷ്ടിച്ചിട്ടില്ല. നിങ്ങൾ ഡിഫറൻ്റാണ്, നിങ്ങൾ കണ്ടെത്തണം. നമുക്ക് തുല്യമായിട്ട് ഒറ്റ മനുഷ്യരും ലോകത്തിലില്ല. അതുകൊണ്ട് വേറെ മനുഷ്യരെ പോലെ ആകണ്ട, നിങ്ങളായിരുന്നാൽ മതി. മുല്ലച്ചെടി മുല്ലച്ചെടിയും റോസാച്ചെടി റോസാച്ചെടിയുമായിരുന്നാൽ മതി. നമ്മൾ കഷ്ടപ്പെടുകയാണ്, എന്തെല്ലാം അഭിനയങ്ങൾ നടത്തേണ്ടി വരുന്നെന്നറിയാം. അതുകൊണ്ട് അതിന് മാറ്റം വരണം. പിന്നെ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രോബ്ലംസ് ഉണ്ട്, പ്രശ്നങ്ങളുണ്ട്, വെല്ലുവിളികളുണ്ട്. അതെങ്ങനെയാണ് അഭിമുഖീകരിക്കുന്നത്? എങ്ങനെ യേശു കർത്താവിനെ അനുഗമിക്കണം? ഇത്രയും കാര്യങ്ങളാണ്. എല്ലാം കൂടെ ഒക്കെ നടക്കുമെന്ന് എനിക്കൊന്നും അറിഞ്ഞുകൂടാ. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ ഒരു പ്രായമാണ് കൗമാരപ്രായം എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ അതിന് പറയുന്നത് എന്താണെന്നറിയാമോ? ടീനേജ്. 13 മുതൽ 19 വരെ. നമുക്ക് 10, 11 മുതൽ ഒരു 10, 22 വരെയൊക്കെ ഉള്ളവരെയും കൂടെ ഒക്കെ ഉൾപ്പെടുത്താം. യുവതി യുവാക്കന്മാരെയും കൂടെ ഒക്കെ നമുക്കതിനകത്തേക്ക് ഉൾപ്പെടുത്താം. ഈ പ്രായത്തിലെത്തുമ്പോൾ, ഏതാണ്ട് 12, 13, 14 പ്രായത്തിലെത്തുമ്പോൾ ഒറ്റയടിക്കാണ് നമ്മൾ വളരുന്നത്. ഇന്നലെ വരെ കൊച്ചുകുട്ടിയായിരുന്നു, പക്ഷെ ഇപ്പം നോക്കുന്നുണ്ടെങ്കിൽ അവന് മീശ വന്നേക്കുന്നു. അവൻ്റെ ശബ്ദം ഇപ്പം താറാവിൻ്റെ ശബ്ദം പോലെയാ. താണുമല്ല പെണ്ണുമല്ലാത്ത ശബ്ദം. എന്തോടാ നിൻ്റെ താറാവിൻ്റെ ശബ്ദം പോലെ. ഈ പെൺകുട്ടിയാണെങ്കിൽ ഒറ്റയടിക്ക് ഒരൊറ്റ വളർച്ചയാ. ഓ, തക്കാളിപ്പഴം പോലെയൊക്കെയാ പിന്നെ മുഖമൊക്കെ ഇരിക്കുന്നത്. എന്തായാലും മുടിയൊക്കെ നീണ്ട് എന്തൊരു മിടിക്കുകയാണ് പിന്നെ അവർ. ഒറ്റയടിക്കൊരു വളർച്ചയാണ് നമുക്ക് ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞൊരു കൊച്ചുകുട്ടി അഡൽട്ടാകാൻ തുടങ്ങുകയാണ്. ശാരീരികമായിട്ട് പൊക്കവും തടിയൊക്കെ നമുക്ക് കൂടുന്നുണ്ട്. ഒറ്റയടിക്കാ ചേഞ്ചസ് വരുന്നത്. ഇതിനോട് നമുക്ക് പൊരുത്തപ്പെടാൻ അറിഞ്ഞുകൂടാ. ആരും നമ്മളെ പരിശീലിപ്പിച്ചിട്ടില്ല. അതൊരു വലിയ ചലഞ്ചാണ്. സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കുക, എന്താണ് ഒറ്റയടിക്ക് ഇങ്ങനെ വളർച്ചയുണ്ടാകുന്നത്? നിങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ്. ഒരു 12, 13 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ദൈവം നമ്മുടെ ശരീരത്തിൽ വെച്ചിരിക്കുന്ന കാണാൻ കഴിയാത്തൊരു ക്ലോക്കുണ്ട്. ആ ക്ലോക്കുള്ളത് കൊണ്ടാണ് രാവിലെ ഉണരുന്നത്. ആ ക്ലോക്കുള്ളത് കൊണ്ടാണ് ഉറങ്ങുന്നത്. ആ ക്ലോക്കുള്ളത് കൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. ഒരു ക്ലോക്കുണ്ട്. നമ്മൾ ആ ക്ലോക്കുള്ളത് കൊണ്ടാണ് ഏതാണ്ട് 10 മാസം പ്രായമുള്ളപ്പോൾ ഒരു കൊച്ചുകുട്ടി ആദ്യം അപ്പാന്നോ അമ്മാന്നോ വിളിച്ചു തുടങ്ങുന്നത്. കുട്ടികൾ 3-ാമത്തെ മാസമാകുമ്പോൾ കവിന്ന് വീഴുന്നത്. 1 വയസ്സാകുമ്പോൾ പിച്ച വെച്ച് നടക്കുന്നത്. ഒരു ഘട്ടം കഴിയുമ്പോൾ അവർ ആ വളർച്ചയുടെ ഭാഗമായിട്ടാണ് കൗമാരപ്രായത്തിലേക്കും നമുക്കൊരു അങ്ങനെ ക്ലോക്ക് വെച്ചിരിക്കുക. വേനൽക്കാലത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പം സമ്മറാ, പൂക്കൾ, മാവിലും കശുമാവിലും ഒക്കെ പൂക്കൾ വന്നിട്ട് ഇതിൻ്റെ കായ്കനികൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് പോലെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടം എത്തിക്കഴിയുമ്പോൾ നമ്മുടെ തലച്ചോറിൽ നിന്ന് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, വേറൊരു പേര് പറയാമോ അതിന്? മാസ്റ്റർ ഗ്ലാൻഡ് എന്നാ കേട്ടിട്ടില്ലേ?
ഇത് പല ഗ്ലാൻസിനെ നിയന്ത്രിക്കുന്നതാണ്. ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻസ് ആജ്ഞ കൊടുത്തിട്ട് നമ്മുടെ ശരീരത്തിൽ ഗ്രോത്ത് ഹോർമോൺസും വളർച്ചയ്ക്കുള്ള ഹോർമോണുകളും സെക്സ് ഹോർമോൺസും ലൈംഗികമായിട്ടുള്ള ഹോർമോൺസും ഇത് പുറപ്പെടുവിക്കുന്നു. നമ്മൾ ഈ നെല്ലൊക്കെ കൃഷി ചെയ്തിട്ട് അതിനെ ഫാക്ടംഫോസ് ആയിരിക്കും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഈ കണ്ടത്തിലൊക്കെ ഇടുന്നത് വളമിട്ട് കഴിയുമ്പോഴേ ഒറ്റയടിക്കുക പച്ചയല്ല, ഒരു കറുപ്പ് പച്ചയാണ്, കടുത്ത പച്ചയാകും. അതിന് പൊക്കം കൂടുന്നു, അത് വലുതാകുന്നു. എന്താ? കെമിക്കൽസാ. ഇതുപോലെ തന്നെ ദൈവം വെച്ചിരിക്കുകയാണ് നമ്മുടെ ശരീരത്തിൽ. ഈ കെമിക്കൽസ് ഉണ്ട്, ഗ്രോത്ത് ഹോർമോൺസ്. ഞാൻ ഈ നാളുകളിലൊക്കെ ശ്രദ്ധിക്കാറുള്ളൊരു കാര്യം, എൻ്റെ കുട്ടിക്കാലത്ത് കേരളത്തിലെ ആളുകൾക്കുണ്ടായിരുന്ന പൊക്കത്തേക്കാൾ ആളുകൾക്ക് ഇപ്പോൾ പൊക്ക കൂടുതലാണ്. കേട്ടിട്ടുണ്ടോ അതിനെക്കുറിച്ച്? ഇന്ത്യയിലുള്ള ആളുകളുടെ ശരാശരി പൊക്കം ഒരു 20 മുൻപുണ്ടായിരുന്നതിനേക്കാൾ ഇന്ന് ഗണ്യമായിട്ട് കൂടിയിട്ടുണ്ട്. വല്ലതും വയറ് നിറച്ച് കഴിച്ച് കിടക്കുക, കണ്ണി കണ്ട എല്ലാ തരമുള്ള വൈറ്റമിൻസും ഫുഡും ഇതെല്ലാം കൂടെ കഴിച്ച് നമ്മൾ പൊക്കവും തടിയൊക്കെ കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം ഭക്ഷണമെല്ലാം കെമിക്കലാണ്. ഇത് ചെന്ന് കഴിയുമ്പോൾ വളർച്ചയ്ക്കത് ത്വരിതഗതിയാണ് ഉണ്ടാകുന്നത്. ഇതുപോലെ തന്നെയാണ് ഗ്രോത്ത് ഹോർമോൺ പുറപ്പെടുവിച്ച് കഴിയുമ്പോൾ നമുക്ക് പൊക്കവും തടിയും ഒക്കെ വളരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ അറിയേണ്ടത് സെക്സ് ഹോർമോൺസ് ഉണ്ട്. പ്രജനനശേഷി ഉണ്ടാകുന്നതിന് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന പ്രത്യേകതയാണ് ഗൊണാഡ് ഗ്ലാൻസ് എന്ന് പറഞ്ഞ ഗ്ലാൻസ് ഉണ്ട്. ചിലരെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ആ ഗ്ലാൻസ് പ്രവർത്തിച്ചിട്ട് പെൺകുട്ടികളിലും ആൺകുട്ടികളിലും ലൈംഗികമായിട്ടുള്ള വളർച്ചയുണ്ടാകുന്നു, ലൈംഗികമായിട്ടുള്ള കഴിവുകൾ നമ്മളിൽ വളരാൻ തുടങ്ങുന്നു. അച്ഛനും അമ്മയാകാൻ റെഡിയായെന്നൊന്നും അല്ല. എനിക്കറിയാം പല ആൾക്ക് ഇവിടെ 2ാം ക്ലാസ് മുതലേ ഇപ്പോൾ പ്രൊപ്പോസല്ല. ഐ പ്രൊപ്പോസ് എല്ലാവരും ഇപ്പോൾ പ്രൊപ്പോസല്ല. വല്ലവരൊക്കെ പ്രൊപ്പോസ് ചെയ്തായിരിക്കും അല്ലേ? നിങ്ങൾ അങ്ങോട്ട് ഇപ്പം പെൺപിള്ളേരും കയറി അങ്ങോട്ട് കയറി പ്രൊപ്പോസ് ചെയ്തോ. പണ്ടൊക്കെ പേടിയായിരുന്നു. പെൺകുട്ടികൾ അയച്ചോടൊക്കെ പ്രൊപ്പോസ് ചെയ്ത് തുടങ്ങുന്നത്. ആൺകുട്ടികൾ കൊണ്ടൊട്ടും മോശമല്ല, അവർക്ക് അയച്ചോട് ആക്രമണ സ്വഭാവമുള്ളത്. അപ്പോൾ ഈ നമ്മുടെ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം വളരുന്നു, പക്ഷേ അച്ഛനോ അമ്മയാകാനുള്ള പാകത നമ്മൾ ആയിട്ടില്ല. അപ്പം ഈ വളർച്ചകൾ സംഭവിക്കുന്നത് കൊണ്ട് വളരെ സുഗന്ധം, വളരെ സൗന്ദര്യം, വളരെ നിറപ്പകിട്ടാർന്നൊരു ഘട്ടത്തിലേക്ക് നമ്മൾ പോകുകയാണ്. ആ സമയത്താണ് സൗന്ദര്യം കവിഞ്ഞൊഴുകുന്നു, നിറച്ചൂർജമായി, എന്ത് വേണമെങ്കിലും ചെയ്യും. മോട്ടോർ സൈക്കിളിലൊക്കെ ഓരോരുത്തർ പോകുന്ന പോക്ക് കാണണം. എനിക്ക് ഓർമ്മയുണ്ട്, ആറ്റിങ്ങലിനടുത്തൊരു ചെറുപ്പക്കാരന് അവന് ഒരു വണ്ടിയെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചു. അവന് ഓവർടേക്ക് ചെയ്തിട്ട് എന്നിട്ടും കിട്ടാഞ്ഞിട്ട് അവൻ ഓവർടേക്ക് ചെയ്തു. അവസാനം വണ്ടി ചെന്ന് ഇടിച്ചു കഴിഞ്ഞിട്ട് അവൻ ഇങ്ങനെ റോഡിൽ കിടന്നവൻ നിരങ്ങിയ ഒരൊറ്റപ്പോക്ക, കയ്യും കാലും ഒക്കെ ഒടിഞ്ഞ് അവനെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു കഴിയുമ്പോൾ എന്നാ ആക്രമണ സ്വഭാവമാണെന്നറിയാമോ? അവൻ്റെ വിചാരം വണ്ടിയുടെ ഓവർടേക്ക് ചെയ്യാം, വണ്ടിയുടെ ഇടയ്ക്കൂടെ പോകും, വണ്ടിയുടെ മണ്ടയ്ക്കൂടെ പോകും, വേണ്ടി വേണമെങ്കിൽ വണ്ടിയുടെ അടിക്കൂടെ അവൻ കയറിപ്പോകാൻ തയ്യാറാ. എന്താ സാഹസികത നിറഞ്ഞ ഒരു കാലമാന്നേരം. അതുകൊണ്ടായി കുട്ടികളൊക്കെ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കയ്യും വിട്ട്. ഞാൻ ചെയ്തെന്താണെന്ന് പറയാം, 5-6 കിലോമീറ്ററൊക്കെ മക്കളെ ചെയ്യല്ലേ ഞാൻ ഈ പറയുന്നത്. 5-6 കിലോമീറ്റർ സൈക്കിൾ വിട്ട് ഹാൻഡിൽ വിട്ടിട്ട് കൈ വയ്ക്കാതെ ഓടിക്കും. ആരെങ്കിലും അങ്ങനെ സൈക്കിളൊക്കെ ഓടിച്ചിട്ടുണ്ടോ? ഇവിടെ ആൺപിള്ളേരൊന്നും ഇല്ലല്ലോ, അല്ലേ? പെൺപിള്ളേരല്ലേ ഇരിക്കുന്നത്. ഓടിച്ചിട്ടുണ്ടോ? ഇവരാരും നോക്കത്തില്ല, കേൾക്കത്തില്ല. ഇല്ലേ? ഓടിച്ചില്ലേ? ഉണ്ട്. നമ്മളൊക്കെ ആണുങ്ങളാണെന്നൊക്കെ തെളിയിക്കുന്നൊരു പ്രായമാണ്. ഇവരാണെങ്കിൽ ഇങ്ങനെ സർവ്വസമയം ഇങ്ങനെ ബ്യൂട്ടി ആക്കിക്കൊണ്ടേയിരിക്കും. സകല ക്രീമും സകല വേസ്റ്റും എല്ലാം തേച്ച് അവർ സൗന്ദര്യം എത്തിക്കൊണ്ടിരിക്കുന്നൊരു കാലമാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ അത്രയും കരകവിഞ്ഞൊഴുകുന്നതായ ഒരു കാലമാണ്. നമുക്കൊക്കെ തോന്നുന്നത് നമുക്ക് എന്തും ചെയ്യാൻ കഴിയും എന്ന്. അപ്പോഴാണ് നമുക്കൊരു സംശയം, എന്നെ കണ്ടാൽ എങ്ങനെയുണ്ട്, വേണ്ടത്ര ആണത്വമുണ്ടോ? എനിക്ക് സംശയമായിരുന്നു എന്നെക്കുറിച്ച്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നറിയോ പാസ്റ്ററെ? എൻ്റെ അപ്പച്ചൻ നല്ല വെളുത്ത മനുഷ്യനായിരുന്നു, മീശ ഉണ്ടായിരുന്നു.
എല്ലാ ദിവസവും ഷേവ് ചെയ്യും. എനിക്ക് ഓർമ്മയുണ്ട്, എനിക്ക് മീശ ശരിക്കും വരാത്തതുകൊണ്ട് പഴയ കാലത്ത് ഇങ്ങനെ തിരിച്ചു വെക്കുന്ന ബ്ലേഡാണ്, ഇപ്പോൾ ഉള്ള ബ്ലേഡൊന്നുമല്ല. ഈ ബ്ലേഡും കൂടി ഞാൻ ബാത്റൂമിൽ ചെന്നിട്ട് ഇങ്ങനെ മുഖമൊക്കെ ഷേവ് ചെയ്യും. കയ്യിലൊന്നും രോമം വരുന്നില്ല, കയ്യിലൊക്കെ വലിക്കും. നമുക്ക് നമ്മളെക്കുറിച്ച്, നമ്മുടെ ആണത്വത്തെക്കുറിച്ചൊരു ചെറിയ സംശയം. അപ്പം നമ്മളെങ്ങനെയുണ്ട്, നമ്മുടെ പൊക്കം എങ്ങനെയുണ്ട്, എന്നെ കാണാൻ എങ്ങനെയുണ്ട്, ആണത്വം എത്രത്തോളം എനിക്കുണ്ട്. എനിക്കറിയാം, ഞാൻ ബിഷപ്പ് മൂർ കോളേജിലെ ഒരു കൗൺസിലറും കൂടി, അവരുടെ കോളേജിൻ്റെ ഒഫീഷ്യൽ കൗൺസിലറാണ്. ഒരു പയ്യൻ, അവൻ ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്ന ഒരുത്തൻ എൻ്റെ അടുക്കുമെന്ന് പറഞ്ഞു, സാർ എനിക്ക് വേണ്ടത്ര ആണത്വമില്ല. ഞാൻ ചോദിച്ചു, നിനക്കത് എങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞവന് ആൺകുട്ടികളോട് പ്രേമം തോന്നുന്നു, പെൺകുട്ടികളോട് ഒരു ഹോമോസെക്ഷൽ ടെൻഡൻസിയാണ് അവനുള്ളത്. അവൻ്റെ അച്ഛൻ കുട്ടിക്കാലത്ത് മരിച്ചുപോയി, അമ്മയോട് കൂടുതൽ താതാത്മ്യപ്പെട്ടു, സ്ത്രൈണഭാവം, സ്ത്രീ പ്രകൃതി ഉണ്ടായി, ആണുങ്ങളോട് അവൻ ഐഡൻറ്റിഫൈ ചെയ്താലും മനഃശാസ്ത്രപരമായ വിശകലനം അതൊക്കെ. നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ആണത്വം, പെണ്ണത്വം, ഇതിനെക്കുറിച്ചൊക്കെ സംശയം. പിന്നെ അന്നേരമാണ് നമുക്ക് ഈ ഞാൻ പറഞ്ഞല്ലോ സെക്സ് ഹോർമോൺസൊക്കെ വളരുന്നത് കൊണ്ട് എന്തോ ചെയ്യുന്നു എന്നറിയാം, നമുക്കപ്പം സെക്ഷൽ ഫീലിങ്സൊക്കെ നമുക്ക് തോന്നും. മക്കളെ, തോന്നാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ നല്ല എൻഡോക്രിനോളജിസ്റ്റിനെ കാണാം. ഒരു 10-15 വയസ്സായിട്ടും ഇനി ഫീലിംഗ് ആരും ഉണ്ടാകാനായിട്ട് ട്രൈ ചെയ്യണ്ട കേട്ടോ. പക്ഷെ നോർമലായിട്ടുള്ള കാര്യങ്ങളാണ്, അങ്ങനെ നമുക്ക് ഫീലിങ്സൊക്കെ അനുഭവപ്പെടും. പക്ഷേ നമ്മളാരും കർത്താവേ സ്തോത്രം, ഈ നല്ല ഫീലിങ്സിനൊക്കെ ആയിട്ട് സ്തോത്രം ആരെങ്കിലും പറയുമോ? പറയത്തില്ല. ഇച്ചീച്ചിയാണെന്നോ, ദൈവത്തിന് രണ്ട് വലിയ പുള്ളിക്കാരന് രണ്ട് അബദ്ധം പറ്റിയെന്നുള്ള പിശാചിൻ്റെ പോരാട്ടമാണെന്ന്. അപ്പം നമുക്ക് ഫീലിങ്സ് നമുക്ക് തോന്നാം, അതൊരു പാപമൊന്നുമല്ല. നമുക്ക് ഫീലിങ്സ് തോന്നുന്നുണ്ടെങ്കിൽ അപ്പോഴാണ് നമുക്ക് ഈ പെൺകുട്ടികൾ ഇരിക്കുന്നിടത്ത് ബസ്സിനകത്തൊക്കെ കരിപ്പെട്ടിപ്പുറത്തെ ഈച്ച പറ്റുന്നത് പോലെയാണ്. കരിപ്പെട്ടി എന്നൊക്കെ പറഞ്ഞാൽ അറിഞ്ഞുകൂടായിരിക്കും കുട്ടികൾ. കരിപ്പെട്ടി എന്ന് പറഞ്ഞാൽ അറിയാം എന്തോന്ന്? അറിയാം, ചിലർക്കെങ്കിലും അറിയാം അല്ലേ. അതിൻ്റെ പുറത്ത് എന്തെയ്യെന്നറിയാം, ഈച്ച എല്ലാം കൂടെ പറ്റുന്നതല്ലേ. പെൺകുട്ടികളുടെ അടുത്ത് ഭയങ്കര ഇടിയായിരിക്കും ബസ്സിനകത്ത്. ബാക്കിയുള്ളത് എന്താ പറ്റുമെന്നറിയാം, എന്തോ ഒരു അട്രാക്ഷൻ, ഇരുമ്പും കാന്തവും തമ്മിൽ ആകർഷിക്കുന്നത് പോലെ എവിടെയോ ഒരു ആകർഷണം, കൂടുതൽ വർത്തമാനം പറയണമെന്നുള്ള ആഗ്രഹം. അപ്പോഴത്തേക്കാണ് ഓരോരുത്തർ ഇവിടെ ഇരുന്ന് കൺട്രോൾ ചെയ്യുന്നത്. ഇനി പഠിക്കാൻ പോകണ്ട, ഇപ്പം ഇതാരും അറിയാതെയാ. പണ്ടൊക്കെയാണെങ്കിൽ കത്ത് കൊടുക്കുക, പുസ്തകത്തിനകത്ത് വെച്ച് കൊടുക്കുമായിരുന്നു. ഇപ്പോൾ അതൊന്നും വേണ്ട, നമ്മുടെ കൈവിരൽ തുമ്പിലല്ലേ. ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയച്ചു, അപ്പോൾ ഒരാളൊരു ഘട്ടം കഴിഞ്ഞാൽ ഒരു ഹാർട്ട് അങ്ങോട്ട് അയച്ചു. നമുക്ക് കുറയ്ക്കാനൊക്കെ അപ്പോൾ എന്തോ ചെയ്ത് 2 ഹാർട്ട് അയച്ചു. ഹാർട്ട് അയക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥമൊക്കെ അറിയാമോ? അറിഞ്ഞൂടെങ്കിൽ പഠിക്കണ്ട. ഹാർട്ട് അയച്ചതിൻ്റെ അർത്ഥം എന്തുവാ? പ്രായമുള്ളവർക്ക് വിവരമില്ലെന്നേ, നിങ്ങളെങ്കിലും പറ. മക്കളെ കല്യാണം കഴിച്ചിട്ട് അയച്ചാൽ മതി ഇത് കേട്ടോ. ഭർത്താവിന് അയച്ചാൽ മതി, ഭാര്യയ്ക്ക് അയച്ചാൽ, വേറെ വല്ലവർക്കും അയക്കണ്ട. എന്നാൽ എവിടെ ഒരു തരം അടുപ്പം നമുക്ക് അനുഭവപ്പെടാം. അപ്പോഴാണ് നമുക്കിതൊക്കെ പലപ്പോഴും ഇതെങ്ങനെ മാനേജ് ചെയ്യണമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ചില ആൾക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര വിഷമമാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു എൻജിനീയറിങ്ങിന് പഠിക്കുന്ന ഒരു പയ്യന് ബാംഗ്ലൂർ ഞാൻ പഠിക്കുന്ന PhD ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഹോസ്റ്റലിൽ അവൻ എൻ്റെ അടുക്ക കൗൺസിലിങ്ങിന് വേണ്ടി വന്നു. ഞാൻ നോക്കുകയാണെങ്കിൽ ഒരു 3-4 ഉടുപ്പ് ഇട്ടിട്ടുണ്ട്, 1-2 സ്വെറ്റർ ഇട്ടിട്ടുണ്ട്. വലിയ തണുപ്പൊന്നും ഇല്ലാത്ത കാലമാണ്. ഞാൻ ചോദിച്ചു, പേരങ്ങ് മാറ്റട്ടെ. ഞാൻ ചോദിച്ചു, മോനെ അലക്സ് ഇത് എന്തിനല്ല ഇട്ടിരിക്കുന്നത്? ഒരു വല്ലാതുള്ളൊരു വിളറിയ ചിരിച്ചു. ഞാൻ ചോദിച്ചു, എന്താ? ഡോക്ടർ, എനിക്ക് ഗേൾ ഫ്രണ്ട്സ് ഒന്നും ഇല്ല. ഞാൻ ചോദിച്ചു, അതിനെന്താ ഈ ഉടുപ്പുമായിട്ട് എന്താ ബന്ധം? അതെനിക്ക് തടി കുറവായിട്ടായിരിക്കും. അപ്പോൾ എനിക്ക് കൗതുകം. ഞാൻ ചോദിച്ചു, അതൊക്കെ അത് കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചു, എന്തൊക്കെ ചെയ്യുന്നുണ്ട്? എല്ലാ ദിവസവും ഇപ്പം ഓടാൻ പോകുന്നുണ്ട്, പിന്നെ പുഷപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിച്ചു, എന്ത് പുഷപ്പാണ് ചെയ്യുന്നത്? അത് 2 പ്ലാസ്റ്റിക് ബക്കറ്റ് തുല്യമായ പൊക്കത്തിൽ വെള്ളം വയ്ക്കും. എന്നിട്ടിങ്ങനെ പൊക്കുക. എന്തിനാ? മസിൽ വളരാൻ. അവനെ കണ്ടെത്തിയിട്ടില്ല, അവൻ്റെ ആണത്വം മനസ്സിലാക്കിയിട്ടില്ല. ഏതെങ്കിലും ഒരു പെൺകുട്ടി ഐ ലവ് യു എന്ന് പറഞ്ഞാൽ അവൻ ആണാണെന്ന് അവന് തിരിച്ചറിയത്തുള്ളൂ. അങ്ങനെയാണ് നമ്മൾ പലരും തിരിച്ചറിയുന്നത്. ആരെങ്കിലും ഒക്കെ ഐ ലവ് യു എന്നോ എന്തെങ്കിലുമൊക്കെ വർത്താനമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നെ കാണാൻ ഇത്ര കൊള്ളാം അല്ലേ എന്നൊക്കെ. ചിലപ്പോൾ അത് ഗുണമൊക്കെ ഉണ്ട് കേട്ടോ, ഇല്ലയെന്നൊന്നും ഞാൻ പറയത്തില്ല. അല്ലെങ്കിൽ അതുവരെ നമ്മൾ വിചാരിക്കും നമ്മൾ സന്യാസിമാരാണെന്ന് നമുക്ക് തോന്നാം. പറഞ്ഞു വരുന്നത്, അപ്പം അങ്ങനെയാണ് ആ കാലത്ത് ആൺകുട്ടികൾ അവരവരുടെ ആണത്വത്തെക്കുറിച്ചും പെൺകുട്ടികൾ അവരുടെ പെണ്ണത്വത്തെക്കുറിച്ചും ഭയങ്കര സംശയം.
അപ്പോഴാണ് ആൺകുട്ടികൾ എന്ത് ദൈവമേ, അന്നേരം തലമുടി കട്ടിങ് ഒക്കെ കാണും. എന്തൊക്കെ കട്ടിങ്ങാണ് മക്കളെ ഉള്ളത്? മഷ്റൂം കട്ടിങ്, പിന്നെന്തുവാ സ്പൈക്സ്. നിങ്ങൾക്ക് ആർക്കും ഇതൊന്നും ഞാൻ കണ്ടില്ല, നിങ്ങളെയൊക്കെ അടിച്ചമർത്തി വളർത്തുകയാണെന്ന എൻ്റെ ചിന്ത. പാസ്റ്ററെ കണ്ടിട്ടൊരു വിശുദ്ധനാണെന്ന് എനിക്ക് തോന്നുന്നു. പാസ്റ്ററെ പേടിയുണ്ടായിരിക്കും. അന്നേരം ഓരോരുത്തരുടെ പാൻസിൻ്റെ പുറവശം കാണാം പപ്പടം ഒട്ടിച്ചിരിക്കുന്ന കേട്ടോ. ഈ കണ്ണി കാണുന്നെല്ലാം പോക്കറ്റ്. പിന്നെ പാൻസൊക്കെ ഇടുന്ന ഞങ്ങൾ താഴോട്ടിടുക. എന്താ ലോ വേസ്റ്റ്. കുട്ടിക്കാലത്തിട്ട് ഇങ്ങനെ നടന്നത് പോരാ, പ്രായമാവുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പലരും നടക്കുന്നത്. പിന്നെ എന്നാ സ്പീഡാണെന്നറിയാം സൈക്കിളും മോട്ടോർ സൈക്കിളും ഒക്കെ ഓടിക്കുന്നത്. അപ്പോൾ എന്താ, ഞാനതിനെ ഒന്നൊരു വലിയ പാപമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. നിങ്ങളെ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ആണത്വം, നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ സാഹസം, ഇതൊക്കെ കണ്ടെത്താനായിട്ട് കാര്യങ്ങളാണ്. ഞാൻ അന്നേരം പേരൻസിനോടൊക്കെ പറയാറുണ്ട്, വെറുതെ നിങ്ങൾ അവരെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുന്നുണ്ട്, അവരെ മനസ്സിലാക്കാനായിട്ട് ചെറിയ ശ്രമം നടത്തണം. എൻ്റെ മോൻ ജെറമി, അവനിപ്പോൾ 31 വയസ്സുണ്ട്. അവൻ കൊടൈക്കനാലിൽ പഠിച്ചു. ഒരിക്കൽ അവനെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ നോക്കിയെന്നെ, പാസ്റ്ററെ 2 കൈയിലും പ്ലാസ്റ്റിക്കിൻ്റെ വള. ഞാനൊന്നും അനങ്ങിയില്ല. ഭക്ഷണമൊക്കെ കഴിക്കുന്നത് ഞാൻ ചോദിച്ചു, എന്തിനാടാ ഈ വളയൊക്കെ ഇട്ടേക്കുന്നത്? സാധാരണ പെൺപിള്ളേരാണല്ലോ ഇടുന്നത്. അപ്പോൾ അവനെന്നോട്, അപ്പേ അത് നോക്കിയോ? ഞാൻ പറഞ്ഞു നോക്കിയില്ല. എന്നാൽ അപ്പം നോക്കാമെന്ന് പറഞ്ഞ് എന്നെ കാണിച്ച്, നിറച്ച് വചനങ്ങളാണ്. ഞായറാഴ്ച രാവിലെ ഞാൻ പറഞ്ഞു, മക്കളെ ദേ നമ്മൾ വിശുദ്ധന്മാരുള്ള സഭയിലാണ് പോകുന്നത്, അതുകൊണ്ട് അതങ്ങ് മാറ്റിവെക്കണം. ഞാൻ പരുക്കനായിട്ടല്ല ഡീൽ ചെയ്തത്, വളരെ ശാന്തമായിട്ട് അത് ഡീൽ ചെയ്തു. എത്ര അവസരങ്ങളാണെന്നറിയാമോ? ഒരിക്കൽ എൻ്റെ 2 സ്നേഹിതർ, 2 ഡോക്ടേഴ്സ്, അവരുടെ മകൻ ഈറോഡ് എൻജിനീയറിങ്ങിന് പഠിക്കുകയായിരുന്നു. അവൻ വന്നപ്പോൾ കാതിൽ 2 കുണുക്കുകളുണ്ട്, കയ്യിൽ വളകളുണ്ട്, തലമുടി നീട്ടിയിട്ടുമുണ്ട്. നിങ്ങൾക്ക് ചിത്രം മനസ്സിൽ സങ്കല്പിക്കാമല്ലോ. എൻ്റെ ഈ സ്നേഹിതൻ ഗവൺമെൻറ് ഡോക്ടറാണ്. അദ്ദേഹം മോനോട് പറഞ്ഞ്, മോനെ പേര് ഞാൻ മാറ്റാം, ദീപക്കേ തലമുടിയും വെട്ടി ഈ സാധനമൊക്കെ കളഞ്ഞിട്ട് ഇങ്ങോട്ട് അകത്തോട്ട് കയറിയാൽ മതി എന്ന് പറഞ്ഞ്. അവനൊരു വല്ലാതൊരു വെളുത്ത ചിരിച്ചിട്ട്, അപ്പ ഇപ്പോഴും ശിലായുഗത്തിലാണ് ജീവിക്കുന്നത്. ഈ ഡോക്ടർ എന്നെ വിളിച്ചതാ, സാറേ ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. ഞാൻ പറയുന്നത്, ഞാൻ നിങ്ങളെ ഒരു വലിയ കുറ്റമായിട്ടൊന്നും കാണത്തില്ല, വളരുന്നോന്നില്ലയോ എന്നുള്ള നമ്മുടെ പരിശ്രമം. പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് അന്നേരം ഇവരുടെ ഈ പരിപാടികളൊന്നുമല്ല. ഇവരൊക്കെയാണെങ്കിൽ ബ്യൂട്ടി കോൺഷ്യസാണ്, സൗന്ദര്യം വർദ്ധിപ്പിക്കുക, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്തൊക്കെയായിരിക്കും. പിന്നെ എൻ്റെ ദൈവമേ, അവരെപ്പോഴും എന്താ നിങ്ങളൊക്കെ ചെയ്യുന്നത് എന്തായിരിക്കും? ഇങ്ങനെ ക്രീമൊക്കെ പുരട്ടി, എനിക്കറിഞ്ഞുകൂടാ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്. ഞാൻ ഒരിക്കൽ ഒരു വീട്ടിൽ പുനലൂരായിരുന്ന സമയത്ത് ഞാനും എൻ്റെ വൈഫും കൂടെ ഒരു വീട് സന്ദർശിച്ചപ്പോൾ ആ വീട്ടിലെ ഒരു പെൺകുട്ടി, അവൾ ഞങ്ങളുടെ ഒരു പ്രെയർ കൂട്ടായ്മയിൽ വരുന്നുണ്ട്. അവർ ബ്രദറൻകാരാ. ഈ EU എന്നും പറഞ്ഞൊരു കൂട്ടായ്മയുണ്ട്, കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? കോളേജസിലൊക്കെ യൂണിയൻ ഓഫ് ഇവാഞ്ചലിക്കൽ സ്റ്റുഡൻസ് ഓഫ് ഇന്റർ ഡിനോമിനേഷനിൽ ഞാനൊക്കെ ഇപ്പോഴും അതിൻ്റെ ഭാഗമാണ്. അതിൻ്റെ ഒരു ഗ്രാജുവേറ്റാണ് ഞാനും. അപ്പോൾ അവിടെ വരുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഈ പ്രെയറിന് വരുന്നൊരു കുട്ടി. ഞാനും എൻ്റെ വൈഫും കൂടെ അവിടെ സന്ദർശിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ചെന്നവൻ്റെ ഡോർ നോക്ക് ചെയ്ത് ഈ പെൺകുട്ടി വന്ന് കതക് തുറന്നു. പക്ഷേ ഏതാണ്ടൊക്കെ ഒരു ശബ്ദം, ഏതാണ്ടൊക്കെ പിന്നെ സ്റ്റീൽ സാധനങ്ങൾ തറയിൽ വീഴുന്ന ഒരു ശബ്ദം കൂടെ അതിൻ്റെ കൂട്ടത്തിൽ കേട്ടു. ഇവളങ്ങ് അകത്ത് പോയി. കുറച്ച് നേരം കഴിഞ്ഞാൽ ഇവിടെ അമ്മ വന്നു, ഞങ്ങളവിടെ ഇരുന്നു. ഞാൻ നോക്കിയിരുന്നേ, സാലിയുടെ നെറ്റിയിൽ രോമമൊന്നുമില്ല. അപ്പം ഞാൻ എൻ്റെ വൈഫിനോട് ചോദിച്ചാൽ എന്തോ അത് സംഭവിച്ചെന്താ? പറഞ്ഞു പറയാം പിന്നെ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവസാനം കണ്ടെത്തി, ആ പെൺകുട്ടി പ്ലക്കിങ് തേങ്ങാക്കൊല പ്ലക്ക് ചെയ്യുമല്ലോ, കമ്പി വെച്ച് ഇതെല്ലാം പറിച്ച് ആയിരിക്കാം, ഇതെല്ലാം നന്നായിട്ട് വരച്ച് വെച്ചിരിക്കുക. അവള് ഒരാഴ്ചക്ക് മുമ്പ് എന്നെ വിളിച്ചു. അവൾ സിലിഗുരിയിലൊരു മിഷനറിയാണെന്ന് അറിഞ്ഞിരിക്കുന്നു. കർത്താവിനെ അവളെ സ്നേഹിക്കാൻ തുടങ്ങി. അവളും അവരുടെ ഹസ്ബൻഡും ഒക്കെ അവർ സിലിഗുരിയിലെ മിഷനറീസാണ്. ഞാനതിനെ മനസ്സിലാക്കുന്നതേ, ഇവർ സൗന്ദര്യം വർദ്ധിക്കുന്നതിന് വേണ്ടി പെൺകുട്ടികൾ ഒത്തിരി പരിശ്രമിക്കും. അവർക്ക് ഏറ്റവും പ്രധാനം. പിന്നെ ചില ആളൊക്കെ പഠനത്തിനകത്തൊക്കെ ഫോക്കസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് പറ്റുന്നതെന്നറിയാം, ലൈഫ് ബിക്കംസ് എ ബാറ്റിൽ ഗ്രൗണ്ട്. ജീവിതം തന്നെ ഒരു യുദ്ധക്കളമാണ് നമുക്ക് തോന്നും. കാരണം വൈരുദ്ധ്യാത്മകമായ 2 ദിശകളിലേക്ക് നമ്മളെ വലിച്ചിഴയ്ക്കുന്നു എന്ന് നമുക്ക് തോന്നും.
ഒപ്പോസിങ് ഫോഴ്സസാ, ഒപ്പോസിങ് ലോയൽറ്റീസാ. ഒന്ന് ദൈവത്തോടുള്ള സമർപ്പണവും, എന്നാൽ അതേ സമയത്ത് മറുഭാഗത്ത് നമ്മളെ ഈ ലോകത്തിലേക്ക് നമ്മളെ വലിച്ചിഴയ്ക്കുന്ന സമ്മർദ്ദങ്ങൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഭയങ്കര സ്നേഹവും പ്രേമമൊക്കെ തോന്നും. പക്ഷെ മറുഭാഗത്ത് ഇൻഹിബിഷൻസാ, നിറച്ച് വിലക്കുകളാണ്. പള്ളിയുടെ വിലക്ക്, പേരൻസിൻ്റെ വിലക്ക്, പിന്നെ എല്ലാവരും വന്ന് വിലക്കുകളാണ്. ഒരു ഭാഗത്ത് ലോകം, വശ്യമായ ലോകമാണ്. അന്നും ഇന്നും കാണുവാൻ ഭംഗിയുള്ളതാണ്, തിന്മാൻ രുചികരവുമാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് 5 സെൻസസ് ഉണ്ടല്ലോ, അതിന് അനുഭൂതി തരുന്നതാണ് ലോകം. മറുഭാഗത്ത് ദൈവം, ലോകസ്നേഹം, ദൈവത്തോട് ശത്രുത്വം. ഇത് രണ്ടും 2 ഒപ്പോസിങ് ഫോഴ്സസാണ്. ഒരു ഭാഗത്ത് നമ്മുടെ ജഡവും മനോവികാരങ്ങൾക്കും ഇഷ്ടമായുള്ളത്. ഇത് നമ്മളെങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ മനുഷ്യരാ. ഇത് നമ്മുടെ ഒരു ഭാഗത്ത് നമ്മളിങ്ങനെ തെള്ളി മുമ്പോട്ട് നീക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ മറുഭാഗത്ത് ആത്മാവ്. ജഡാഭിലാഷം ആത്മാഭിലാഷം ജഡാഭിലാഷത്തിനും വിരുദ്ധമല്ലോ. ഗലാത്യർക്ക് ലേഖനത്തിൽ 2 ഫോഴ്സസാണ്. ഒന്ന് നമ്മുടെ കൾച്ചർ, ഞാനും നിങ്ങളും ജീവിക്കുന്ന സമൂഹത്തിലെ സംസ്കാരം, മെജോറിറ്റി ആളുകളുടെ സംസ്കാരം. മറുഭാഗത്ത് തിരുവെഴുത്ത്. അപ്പോൾ ഇത് രണ്ടും കൂടെ വന്ന് ഭയങ്കര കോൺഫ്ലിക്റ്റാണ്. ഈ കോൺഫ്ലിക്റ്റ് സഹിക്കാൻ കഴിയാഞ്ഞിട്ടാണ് പൗലൂസ് പറയുന്നത്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? അക്കാലത്ത് റോമൻ സാമ്രാജ്യത്തിൽ കൊലപാതക കുറ്റം ചെയ്ത ഒരാളെ ശിക്ഷിക്കുന്ന ഒരു രീതിയായിരുന്നു. ആരെ അയാൾ കൊന്നോ അയാളുടെ ശവശരീരം കൊലപാതകൻ്റെ അരക്കെട്ടിനെ കെട്ടിയിട്ട് അതിൻ്റെ പുറകിലേക്ക് ഇതിനെ ചേർത്ത് കെട്ടും. ഡെഡ് ബോഡിയെ വലിച്ച് തെരുവുകളിലൂടെ ഇഴച്ചു കൊണ്ടുപോകണം. സ്വാഭാവികമായിട്ടും ശവശരീരം ചീഞ്ഞഴുകും, നിറച്ച് രോഗാണുക്കളായിരിക്കും. ഈ മനുഷ്യനിത് വലിച്ചഴച്ചഴച്ചഴച്ച് അയാളിലേക്ക് ഈ രോഗങ്ങൾ പടർന്ന് അയാൾ മരിച്ചു വീഴും. ഇതേ ചിത്രം പൗലോസ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരം ആരെങ്കിലും എന്നെ രക്ഷിക്കുമോ? ഇതെന്നെ കാർന്ന് തിന്നുന്നു എന്ന നന്മ ചെയ്യാൻ എനിക്ക് ആഗ്രഹം. പക്ഷെ ആഗ്രഹിക്കാത്ത ഒരു ഭാഗത്ത് ന്യായപ്രമാണം, എൻ്റെ ഉള്ളം അതിൽ രസിക്കുന്നെന്ന, എൻജോയ് ചെയ്യുന്നെന്ന. പക്ഷെ മറുഭാഗത്ത് ഞാൻ പച്ചയായ മനുഷ്യനാണ്. ഇതെനിക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ എനിക്ക് കഴിയുന്നില്ല. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിന് എന്നെ ആര് വിടുവിക്കും? അടുത്ത വാക്യം എന്താണ്? ഓർമ്മയുണ്ടോ? റോമർ 7 ഏറ്റവും അവസാനത്തെ വാക്യം കിട്ടിയ ആരെങ്കിലും ഉണ്ടെന്ന് വായിച്ചേര്. വേഗത്തിൽ വായിക്കണേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം സ്തോത്രം ചെയ്യുന്നു. എന്താ അതിൻ്റെ അർത്ഥം? ആര് വിടുവിക്കും? യേശുക്രിസ്തു മുഖാന്തരം. ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്കൊരു ശിക്ഷാവിധിയും ഇല്ല. അടുത്ത വാക്യം 8:1, ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന്, ഈ യുദ്ധത്തിൽ നിന്ന് ക്രിസ്തുവിൽ എനിക്ക് ഞാൻ അടിമയാ. ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ജനീവ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ബോംബെയിൽ നിന്ന് പ്ലെയിനിൽ ആദ്യമായിട്ട് കയറുകയാണ്. ഞാൻ ഒരു വലിയ അന്തർദേശീയ കോൺഫറൻസിന് പോയതാ. പ്ലെയിനിൻ്റെ ഒരു സൈഡ് സീറ്റാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ ആ ജനലിൽ കൂടി, സൈഡിലുള്ള ജനൽ കൂടി എനിക്ക് താഴെയുള്ളതെല്ലാം കാണാം. അപ്പം ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
പ്ലെയിന് എന്തൊക്കെ ചെയ്യുന്നു, ഏതെല്ലാം തരത്തിലാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പണ്ട് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിലായിരുന്നു, ഞാൻ ബാംഗ്ലൂരായിരുന്നു. ഒരു പരിധി വരെയൊക്കെ അറിയാം, എങ്കിലും അറിഞ്ഞുകൂടാ, നേരിട്ടുള്ള അനുഭവമാണ്. ഇവർ റൺവേയിൽ കൊണ്ട് നിർത്തിക്കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ സൂക്ഷിച്ച് നോക്കിയിരിക്കുക. സ്വിസ് എയർവേസ് ആയിരുന്നു. ഒറ്റ അടിക്കായി ഫ്യൂവല്, അതായത് ഇതിനകത്ത് പെട്രോള് അവർ ഇഞ്ചക്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞ ഒറ്റ എടുപ്പാണ്. അപ്പോൾ ഇതിനകത്ത് എത്ര കിലോമീറ്റർ വേഗതയിലാണ് പോകുന്നതെന്നൊക്കെ അവിടെ കാണാം നമുക്ക്. ഞാൻ നോക്കിയാണ്, നല്ല വേഗതയാണ്. ഇതിൻ്റെ ചിറകുകൾ ഒരു പ്രത്യേക തരത്തിൽ വെച്ചു. എന്തിനാ? എറോഡൈനാമിക്സ്, കാറ്റ്, വേഗത, ഇതെല്ലാം കൂടെ ചേർന്ന് വന്നപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇത് എന്ന് പറഞ്ഞ് മുകളിലേക്ക് അങ്ങോട്ട് പൊങ്ങാൻ തുടങ്ങി. എൻ്റെ അടിവയറ്റിൽ ഒരു തീയും. നിങ്ങളൊക്കെ പ്ലെയിനിൽ കയറിയവരൊക്കെ കാണുമല്ലേ? എന്താ ഇവിടുത്തെ ഗുരുത്വാകർഷണം, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. അത് വെച്ച് ഇതിന് ഉയരാൻ കഴിയത്തില്ല. അതിനെ അതിജീവിക്കാനായിട്ട് എയറോഡൈനാമിക്സ് വന്നപ്പോഴാണ് ഭൂമിയുടെ പുള്ളിങ് പവറിൽ നിന്ന് അങ്ങോട്ട് ഉയർന്ന് ആകാശത്തിലേക്ക് കുതിച്ചുയരുന്നത്. എൻ്റെയും നിങ്ങളുടെ അകത്തിരിക്കുന്ന യുദ്ധത്തിൽ നിന്ന് ചീഞ്ഞഴുകുന്ന ഈ മരണകരമായ നമ്മുടെ ജീവിതത്തെ മുഴുവൻ വ്രണപ്പെടുത്തുന്നതിൽ നിന്ന് നമുക്ക് വേണ്ടെന്ന് ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് ക്രിസ്തു യേശുവിൽ, പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ ക്രിസ്തു യേശുവിൽ ഫ്രീഡമാ. പല ആളുകളും പക്ഷേ അടിമകളാണ്. നമുക്ക് മാത്രമൊന്നുമല്ല പരീക്ഷ ഉണ്ടാകുന്നത്. യേശു കർത്താവും പരീക്ഷകളിലൂടെ പോയില്ലേ? പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായിട്ട് അവൻ, അങ്ങനെയാണ് പറയുന്നത്. എന്തായിരുന്നു കർത്താവിൻ്റെ പരീക്ഷ? നീ ദൈവത്തിൻ്റെ പുത്രൻ എങ്കിൽ, ഓർമ്മയുണ്ടോ? അവൻ്റെ ഐഡന്റിറ്റി ആയിരുന്നു ക്വസ്റ്റ്യൻ. നീ ആരാ? അവൻ അറിയാമായിരുന്നു ഞാൻ ആരാണെന്ന്. ഞാൻ ജീവന്റെ അപ്പമാകുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, നല്ല ഇടയനാകുന്നു, ഞാൻ വാതിലാകുന്നു, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ പുനരുത്ഥാനമാകുന്നു. അയാം. പക്ഷെ എന്നാലും ചോദിക്കുക, നീ ദൈവത്തിൻ്റെ പുത്രൻ എങ്കിൽ. നമുക്ക് നമ്മളെക്കുറിച്ച് ഇതുപോലുള്ള സംശയങ്ങൾ വരുത്തുന്ന ഒരു കാര്യം, ഞാൻ ആരാ നമുക്കറിഞ്ഞുകൂടാ. കർത്താവിനോട് പറയുകയാണ്, നീ ദൈവത്തിൻ്റെ പുത്രനെങ്കിൽ കല്ലപ്പമായി തീർക്കാൻ കൽപ്പിക്കുക. ആലയത്തിൻ്റെ മുകളിൽ നിന്ന് ചാടുക, വീണെന്നെ നമസ്കരിക്കുക. നമുക്കുള്ള പരീക്ഷകളായി 3 പരീക്ഷകളുണ്ട്. എല്ലാ പരീക്ഷകളും കൂടെ അതിനകത്ത് നമുക്ക് ചുരുക്കാനായിട്ട് കഴിയും. എന്താണ് പരീക്ഷ? അക്സെപ്റ്റൻസ് ആൻഡ് റിജക്ഷൻ. എന്നെ ആളുകൾ അംഗീകരിക്കുമോ? അംഗീകരിക്കണമെങ്കിൽ എന്താ ചെയ്യണം? കല്ലപ്പമാക്കണം, മുകളിൽ നിന്ന് ചാടണം, എൻ്റെ കയ്യിൽ പ്രഭാവങ്ങൾ ഉണ്ടായിരിക്കണം, അധികാരം ഉണ്ടായിരിക്കണം. അവൻ്റെ യുദ്ധം അതായിരുന്നു. അഡ്വഞ്ചർ ആൻഡ് ക്രോസ്, സാഹസികത. ആകാശത്തുനിന്ന് ഇങ്ങോട്ട് ചാടുക, അതോ കുരിശെടുക്കണോ? വലിയ വൈരുദ്ധ്യങ്ങളായിരുന്നു. ആരോടാണ് വിശ്വസ്തത കാണിക്കേണ്ടത്? ദൈവത്തോട് വിശ്വസ്തത കാണിക്കണം, പിശാചിനോട് കാണിക്കണം. ആരോടാ ലോയൽറ്റി ഉള്ളത്? വീണെന്നെ നമസ്കരിച്ചാൽ. ഞാനവിടെ കാണുന്നത്, യേശു കർത്താവിനോട് പറയുക, കല്ലപ്പമായി തീരുവാൻ എന്തിനാ ശക്തി, എന്തിനാ കിട്ടിയിരിക്കുന്നത്? കല്ലപ്പമാക്കാനാണോ? ഇവിടുത്തെ കല്ലുകൾ അപ്പമാക്കണമെന്ന് നമുക്ക് തോന്നും. എന്തിനാ ആത്മാവിനെ കൊടുത്തിരിക്കുന്നത്? ലൂക്കോസ് 4:18 എന്താ പറയുന്നത്? ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ഈസ് അപ്പോൺ മീ ടു പ്രീച്ച് ദ ഗുഡ് ന്യൂസ് ടു ദ പുവർ. ദരിദ്രരോട് സുവിശേഷം അറിയിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ടെന്ന, കല്ല് അപ്പമാക്കാനല്ല, ദരിദ്രരോട് സുവിശേഷം അറിയിക്കാൻ. ബദ്ധന്മാർക്ക് വിടുതൽ, കുരുടന്മാർക്ക് കാഴ്ച. ഓർമ്മയുണ്ടായിരിക്കും അല്ലേ? പാവപ്പെട്ട വീട്ടിൽ ചെന്ന് പച്ചവെള്ളം വീഞ്ഞാക്കാം,
പക്ഷേ എന്നിലുള്ള ശക്തി കൊണ്ട് എൻ്റെ ശരീരത്തെ, എൻ്റെ മനസ്സിനെ, എൻ്റെ ഇഷ്ടങ്ങൾക്ക് തൃപ്തിപ്പെടുത്താൻ ദൈവശക്തി ഞാൻ ഉപയോഗിക്കില്ല. അതാ അതിൻ്റെ അർത്ഥം. അതായിരുന്നു പരീക്ഷ. അവനോട് പറയുക, എത്രയും കഷ്ടപ്പെടണ്ട, വെറുതെ ക്രൂശിലേക്ക് പോകണ്ട. മുകളിൽ നിന്ന് ചാടിക്കഴിഞ്ഞാൽ നീ ദൈവത്തിൻ്റെ പുത്രനാ, നാട്ടുകാരെല്ലാം അറിയും, അവരറിയും നീ മശീഹയാണെന്നറിയും. പക്ഷേ യേശു കർത്താവ് ഗെത്സമനത്തോട്ടത്തിൽ വെച്ച് പ്രാർത്ഥിച്ചു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന്, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം. യേശു കർത്താവ് ഈ പരീക്ഷകളിലൂടെ പോയി എന്നറിയണം. അവൻ എങ്ങനെ അതിജീവിച്ചു? അതിനകത്തേക്കല്ല ഞാനിപ്പോൾ കൊണ്ടുപോകുന്നില്ല. തിരുവെഴുത്ത്, ദൈവത്തോടുള്ള സമർപ്പണം, ആത്മനിറവ്, അതൊക്കെയാണ് അവനെ ശക്തീകരിച്ചത്. നിങ്ങളുടെ ജീവിതത്തിൽ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്ന വൺ ഓഫ് ദ മോസ്റ്റ് വൾനറബിൾ പീരീഡ്സ് ഓഫ് ലൈഫ്. അതിനർത്ഥം ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ, അപകടം പിടിച്ച, ഏറ്റവും കൂടുതൽ വീഴ്ചയ്ക്ക് സാധ്യതയുള്ളൊരു പ്രായമാണ് മക്കളെ. നിങ്ങളെ തിരിച്ചറിയണം, അല്ലെങ്കിൽ അപകടമാണ്. വെടിമരുന്നും തീയും കൂടി ഒരുമിച്ചിരുന്നാൽ തീപ്പൊരി ഉണ്ടെങ്കിൽ മതി, ഇത് ആളിക്കത്താം, പൊട്ടിത്തെറിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം നിങ്ങൾക്കിത് വളരാനുള്ള പ്രായമാ, ഉയരാനുള്ള പ്രായമാ, പ്രോഗ്രസ് ചെയ്യാനുള്ള പ്രായമാ. പക്ഷെ അതേസമയത്ത് നിങ്ങൾ തളരാനും വീഴ്ചയ്ക്കും പറ്റിയ സാധ്യതയുള്ളൊരു പ്രായമാണ്. ഞാൻ ഒരിക്കലും മറക്കാത്തൊരു സംഭവമുണ്ട്. മലയാള മനോരമയിൽ വർഷങ്ങൾക്ക് മുൻപ് വന്നതാണ്. കലയുപുരം ജോസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഒരു വയോജന കേന്ദ്രമാണ് അവിടെ കലയുപുരത്തുള്ളത്. ഇടയ്ക്ക് ഇവർക്ക് ചായയോ കോഫിയോ വല്ല ഉണ്ടോ? എത്ര മണിക്കാ? ഇപ്പം ഞാൻ ഇതൊന്ന് നിർത്തിയിട്ട്, മക്കളെ വല്ലതും കുടിക്കണ്ടേ? ദാഹമൊന്നുമില്ലേ? ഇഷ്ടംപോലെ വെള്ളം കുടിക്കണമെന്നാ ഇപ്പം. അതെ, മലയാള മനോരമയുടെ മുൻവശത്തുണ്ടായിരുന്നൊരു ചിത്രമാണ്. പ്രാകൃതനായ ഒരു മനുഷ്യൻ, നീണ്ട താടി, ശോഷിച്ച ശരീരം, ഒട്ടിയ കണ്ണുകൾ, ഒട്ടിയ വയറ്, കുഴിഞ്ഞ കണ്ണുകൾ. ആരാണെന്നറിയാമോ? അതിനകത്ത് വിശദീകരണം ഉണ്ടായിരുന്നു. കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ MBBS വിദ്യാർത്ഥി, ഒരു മുസ്ലിം പയ്യൻ. അവൻ അന്നേ വിവാഹിതനായിരുന്നു. അവൻ്റെ ഒരു കൊച്ചു കുഞ്ഞുണ്ടായിരുന്നു. അവൻ കോളേജിൽ പോയി. സ്നേഹിതരവനെ സൽക്കരിച്ചു. ഡ്രഗ്സ് കൊണ്ട് അവനെ സൽക്കരിച്ചത്. കാലപ്പഴക്കത്തിൽ ഡ്രഗ് അഡിക്റ്റായി. അവൻ്റെ കുഞ്ഞിൻ്റെ കാലിൽ കിടന്ന് എൻ്റെ സ്വന്തം മക്കളെ കാലിടുന്ന സാധനത്തിൻ്റെ പേര് നിങ്ങൾക്ക് സാരിടുന്നത് അറിയത്തില്ല. എന്തുവാ? കൊതി തോന്നിയിട്ടില്ലേ ഒന്ന് ഇടണമെന്ന്? ഇല്ല. ഇവരൊക്കെ വളരെ പരിശുദ്ധരാ. ഇവരൊക്കെ മാലാഖമാരെ പോലെ ഇരിക്കുന്നു. എനിക്കറിയാം, നിങ്ങളെ ചിലരൊക്കെ ചോളയിൽ ചെന്ന് കഴിഞ്ഞാൽ ആരും കാണാൻ സൂത്രം കൊണ്ടുപോയിട്ട് ഇവിടെ ഒരു മുട്ടക്കത്തോടുന്നവരെ എനിക്കറിയാം. ഇവനെന്ത് ചെയ്യുന്നറിയാമോ? കടം വാങ്ങിക്കാൻ തുടങ്ങി. ഇനി ആരോടും ചോദിക്കാനില്ല. അക്ഷരാർത്ഥത്തിൽ അവൻ പിച്ചക്കാരനായി. അവനെ കലയുപുരം ജോസ് വഴിയിൽ നിന്ന് വാഹനത്തിൽ പൊക്കിയെടുത്തോണ്ട് വന്നതാ. എന്തു പറ്റി? ജീവിതത്തിൻ്റെ താഴ്ചയിലേക്ക് പോയി. ചെയ്ത ഒറ്റ ഡിസിഷൻ, ഒറ്റ തീരുമാനമേ ഉള്ളൂ, അതവൻ്റെ ജീവിതത്തെ മുഴുവന് ബാധിച്ചു. ഇറ്റ് ക്യാൻ ലീഡ് യു ടു ഹെവൻ ഓർ ഹെൽ. നിങ്ങളുടെ ഈ പ്രായത്തിലുള്ള നിങ്ങളുടെ തീരുമാനങ്ങളും നിങ്ങളുടെ ചോയ്സസും നരകത്തിലേക്ക് നയിക്കാം, സ്വർഗത്തിലേക്ക് നയിക്കാം. യു ക്യാൻ ബിക്കം എ മിഷനറി ഓർ എ ഡ്രഗ് അഡിക്റ്റ്. മിഷനറി ആയി തീരാം, ഡ്രഗ്സിൻ്റെ കച്ചവടക്കാരനുമായി മാറാം. എനിക്കറിയാം, 2 വർഷത്തിന് മുമ്പ് ഒരു ചെറുപ്പക്കാരനെ നേരെ ജയിലിൽ നിന്ന് കൊണ്ട്, ഒരു ഹിന്ദു ഫാമിലിയാണ്, എൻ്റെ അടുക്കലാണ് കൊണ്ടുവന്നത്. എന്ത് പറ്റിയെന്നറിയാം? ബാവേലി ബിഷപ്പ് കോളേജിനടുത്ത് വെച്ച് ഇവനെ ഡ്രഗ്സ് കൊടുക്കുന്നതിൻ്റെ ഒരു ഏജൻ്റായിരുന്നു. വേറെ മുകളിലുള്ള ആളുകളുണ്ടായിരുന്നു. കറക്റ്റ് അവനെ പോലീസ് പിടിച്ചു. അന്ന് മജിസ്ട്രേറ്റിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. 2 ആഴ്ചത്തേക്ക് അവനെ റിമൈൻഡ് ചെയ്തു. അവരപ്പോൾ ഇവനെ ജയിലിൽ നിന്ന് ഇറക്കുന്നതിന് വേണ്ടി അച്ഛനും അമ്മയും കൂടെ ഡിസ്ട്രിക്റ്റ് ജഡ്ജിൻ്റെ അടുക്കൽ പോയി. ഡിസ്ട്രിക്റ്റ് ജഡ്ജി പറഞ്ഞു, ഇവൻ ഒരുത്തനകത്ത് കിടക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഒത്തിരി കുട്ടികളെ അവൻ നശിപ്പിക്കും. 6 മാസത്തേക്ക് അവനെ ജയിലിലിട്ടു. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ അടുക്കൽ വരുന്നത്. എന്ത് പറ്റിയെന്നറിയാമോ? ജീവിതത്തിലെ ഒരു ചോയ്സാണ്. അവന് വലിയ വ്യത്യാസം വന്നു. പക്ഷേ നിർഭാഗ്യം എന്ന് പറഞ്ഞൊരു പദം ഞാൻ പറയട്ടെ. പിന്നെ ഞാൻ അറിയുന്നത്, എല്ലാം കഴിഞ്ഞ് അവന് ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. ബൈക്ക് ആക്സിഡൻറ്റിൽ ആ പയ്യൻ മരിച്ചുപോയി. ഞാൻ ഈ പറഞ്ഞു വരുന്നത് ജീവിതത്തിലെ ഒരു ഡിസിഷനാണ്
നിങ്ങളെ അപകടത്തിനകത്തേക്ക് നയിക്കാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതൽ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഈ പ്രായം എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ മേക്ക് യു ഓർ ബ്രേക്ക് യു. ഒന്നുകിൽ നിങ്ങളുടെ ജീവിതത്തെ അത് ബ്രേക്ക് ചെയ്യാം, അതല്ല ഇറ്റ് ക്യാൻ മേക്ക് യു. രണ്ട് സാധ്യതകളാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് ജീവൻ്റെ മാർഗവും അല്ലാതുള്ള മാർഗവും നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുക. യോശുവ അതാണ് പറയുന്നത്, പഴയ മാർഗ്ഗം പഴയ പറയണമെങ്കിൽ ഇപ്പോൾ അങ്ങോട്ട് വയ്ക്കൂ, അതല്ല ഇവിടെയാണെങ്കിൽ ഇവിടെ, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ഒരു ഭയങ്കര സ്ട്രോങ് ഡിസിഷനായിരുന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ തൽക്കാലത്തേക്ക് നിർത്താം, എന്നിട്ട് ഇത്തിരി വെള്ളമൊക്കെ കുടിച്ചിട്ട് വരാം. അടുത്തത് ആരാണ് പുട്ടിന് തേങ്ങാപ്പീരിടുന്ന ആരാണെന്ന് അടുത്ത് കണ്ടെത്തിയിട്ട് വരണം. അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഫ്യൂച്ചർ നിർണ്ണയിക്കാൻ ഒരു വലിയ പങ്കാളിത്തമുണ്ട്. 2-3 വാക്കുകൾ ഞാൻ ചേർത്ത് പറഞ്ഞോട്ടെ, ഇത് ഓർത്തിരിക്കാനാണ്. ദ വിഷൻസ് ദാറ്റ് യു ചെറിഷ് ടുഡേ, നിങ്ങൾ ഇന്ന് താലോലിക്കുന്ന ദർശനങ്ങൾ. ദ ഗോൾസ് ദാറ്റ് യു സെറ്റ് ടുഡേ, ഇന്ന് നിങ്ങൾ വയ്ക്കുന്ന ലക്ഷ്യങ്ങൾ. ആൻഡ് ദ ചോയ്സസ് ദാറ്റ് യു മേക്ക് ടുഡേ, ദാറ്റ് വിൽ ഡിറ്റർമിൻ യുവർ ഫ്യൂച്ചർ. ദൈവം എന്ന് പറയുന്ന ഘടകത്തെ ഞാൻ ഒഴിവാക്കിയിട്ടല്ല പറയുന്നത്, നിങ്ങളിന്ന് താലോലിക്കുന്ന ദർശനങ്ങൾ. ദർശനം എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണയൊക്കെ നമ്മുടെ ആളുകൾ ഇങ്ങനെ ഒത്തിരി ദർശനം കാണുന്നവരാ, ബന്ധുക്കൂസുകാർ. ആന വരുന്നു, പട്ടി വരുന്നു, പിന്നെ എന്താ വീടിൻ്റെ അപ്പുറത്താരുണ്ട് കൂടോത്രം ഇട്ടിരിക്കുന്നതൊന്നും അല്ല ദർശനം എന്നൊക്കെ പറഞ്ഞു. യോസഫ് കണ്ട ദർശനമുണ്ട്. അവൻ്റെ ജീവിതം എന്തായിത്തീരണം, ആരായിത്തീരണം, കൃത്യമായ ജീവിതത്തിൻ്റെ രൂപരേഖയത്. ചെവി ഉണ്ടാക്കിയെങ്കിൽ ദൈവത്തിന് പർപ്പസ് ഉണ്ട്, മൂക്കുണ്ടാക്കിയെങ്കിൽ ദൈവത്തിന് പർപ്പസ് ഉണ്ട്, തെങ്ങുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പർപ്പസ് ഉണ്ട്. നിങ്ങളെ സൃഷ്ടിച്ചതിനകത്തൊരു പർപ്പസ് ഉണ്ട്. പകൽ വാഴുവാൻ സൂര്യനെയും, രാത്രി വാഴുവാൻ ചന്ദ്രനെയും, നക്ഷത്രങ്ങളെയും. യോസഫിനൊരു ദർശനം കിട്ടി. എന്താണെന്നറിയാം? സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എൻ്റെ മുൻപിൽ വന്ന് വണങ്ങുന്നു. 12 കറ്റ, അതിൽ 11 കറ്റകൾ എൻ്റെ കറ്റയുടെ മുൻപിൽ വന്ന് വണങ്ങുന്നു. എന്താ? ജീവിത ദർശനം. ദർശനം എന്ന് പറയുന്നത് ഉറവിടം ദൈവമാണ്. തലച്ചോറ് സ്വപ്നം കാണുന്ന മനസ്സല്ലത്. സ്വപ്നത്തെ ദൈവം ഉപയോഗിക്കും. 2 ജീവിതത്തെക്കുറിച്ചുള്ള ബ്ലൂ പ്രിൻ്റാ. ഒരു കെട്ടിടം ഉണ്ടാക്കണമെങ്കിൽ അതിന് ബ്ലൂ പ്രിൻ്റ്, പ്ലാൻ. നിങ്ങളുടെ ജീവിതത്തിന് ബ്ലൂ പ്രിൻ്റ് ഉണ്ടോ? എല്ലാവരും ജീവിക്കുന്നു, ഞാനും ജീവിക്കുന്നു, എല്ലാവരും അതിന് പോകുന്നു, ഞാനും പോകുന്നു. അതാണോ നിങ്ങളുടെ ജീവിതം? നിങ്ങളെ നയിക്കുവാൻ ആരുമില്ലേ? നിങ്ങൾക്കൊരു റഡാർ ഇല്ലേ? നിങ്ങളെ നയിക്കുന്നൊരു കോമ്പസ് ഇല്ലേ? ഒരു പരിശുദ്ധാത്മാവില്ലേ? നമ്മൾ സാധാരണക്കാരല്ല. അതാണ് നമ്മളെ നയിക്കുന്നത്. ആ ദർശനം ഉണ്ടായിരുന്നത് കൊണ്ട് പൊത്തിഫറിൻ്റെ ഭാര്യ തന്നെ പ്രേമമൊക്കെ കാണിച്ചെങ്കിലും ഒരൊറ്റ ഓട്ടവാ. അതാ പുതിയ നിയമത്തിൽ പൗലോസ് എഴുതുന്ന യൗവന മോഹങ്ങളെ ഒറ്റ ഓട്ടം ഓടണമെന്നാ. The goals that you set today, ദർശനത്തിൽ നിന്നാണ് ലക്ഷ്യങ്ങൾ വരേണ്ടത്. ജീവിത ലക്ഷ്യങ്ങൾ. പല ആളുകളും അൺചാർട്ടേഡ് ഫ്ലൈറ്റാ. ചാർട്ടേഡ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ കൊച്ചിയിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് ഒരു പ്ലെയിൻ പറക്കുന്നു. എപ്പോൾ പറക്കുന്നു, എപ്പോൾ എത്തും, ഏത് ദിവസം, ചാർട്ടേഡാ. ഇത് പല ആളുകളും എങ്ങനെയാണെന്നറിയോ? കടലിൽ കറങ്ങി നടക്കുന്ന ഒരു കപ്പലിനെ പോലെ. എങ്ങോട്ടാ പോകുന്നത്? എവിടെ ചെന്നെത്തും? ദൈവദർശനങ്ങളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഗോൾസ്. നിങ്ങൾ ആരായിത്തീരണം, എവിടെ എത്തണം, ദൈവത്തിൻ്റെ ദർശനത്തിൽ നിന്നാണ് തീരുമാനം. ആൻഡ് ചോയ്സസ്, ദ ചോയ്സസ് ദാറ്റ് യു മേക്ക് ടുഡേ. അതിൻ്റെ അർത്ഥം തീരുമാനങ്ങളാണ്, തിരഞ്ഞെടുപ്പുകളാണ്. മോശയാണ് അതിന് ഏറ്റവും വലിയ എക്സാമ്പിള്. എന്ത് ചെയ്തെന്നറിയാമോ? ഫറവോൻ്റെ പുത്രിയുടെ മകനെന്ന് 2 ചോയ്സസാ. രാജ്യത്തെ ഭരണാധികാരിയായി മാറുക, അല്ല ദൈവജനത്തോടുകൂടി കട്ടത അനുഭവിക്കുക, ക്രിസ്തുവിൻ്റെ ക്രൂശ് ധരിക്കുക. മക്കളെ, 2 ചോയ്സസ് നിങ്ങളുടെ അടുക്കൽ വരും. തിരഞ്ഞെടുക്കുന്നത് നിങ്ങളാ. കർത്താവിൻ്റെ സ്തോത്രം. ഞാൻ എൻ്റെ വാക്കുകളിവിടെ തൽക്കാലം നിർത്തുന്നു. എന്തെങ്കിലുമായിട്ട് വളരണ്ട. ദൈവത്തിൻ്റെ ദർശനം നിങ്ങളെക്കുറിച്ചുള്ള കണ്ടെത്തിയില്ലെങ്കിൽ അതിനെ ഉപവസിക്കേണ്ടത്. അപ്പനമ്മമാരൊക്കെ ഇരിപ്പുണ്ടല്ലോ, ഇതിനു വേണ്ടി ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. വെറുതെ ഗൾഫിൽ പോകാനും അമേരിക്ക പോകാനും അതൊന്നുമല്ല പ്രാർത്ഥിക്കേണ്ടത്. അവൻ ആരായിത്തീരണം, എന്തായിത്തീരണം. മാതാപിതാക്കൾ ഇരിക്കുന്നുണ്ടാ പറയുന്നത്. മോശ ശിശു സുന്ദരൻ എന്ന അമ്മയപ്പന്മാർ കണ്ടു. സുന്ദരൻ എന്ന് പറഞ്ഞാൽ സൗന്ദര്യമല്ല, അപ്രോപ്രിയേറ്റ് ചൈൽഡ് എന്നാ. ഏതോ ഒരു ദൗത്യത്തിന് വേണ്ടി അയച്ചിരിക്കുന്ന ഒരാളാ മോശ. എല്ലാ അമ്മമാരും ആൺകുട്ടികളെ നീല നദിയിലേക്ക് വലിച്ചെറിയും.
പക്ഷെ ഇവിടുത്തെ അപ്പനും അമ്മയും എന്ത് ചെയ്യുന്നറിയാം? അവരുടെ ദർശനം അനുസരിച്ച് അവനെ വളർത്തി. മാതാപിതാക്കന്മാർക്ക് റോളുണ്ടെന്ന് ഞാൻ പറയട്ടെ. അവിടെയാണ് മക്കളെ വളർത്തേണ്ടത്. കർത്താവിന് സ്തോത്രം. ഇനിയും അടുത്ത സെഷനിൽ അടിസ്ഥാനപരമായിട്ടുള്ള ചില ചലഞ്ചസ്, വെല്ലുവിളികൾ, പ്രോബ്ലംസ് എങ്ങനെ ഡീൽ ചെയ്യണം, എങ്ങനെ ഫേസ് ചെയ്യണം. ഗോഡ് ബ്ലെസ് യു. നിങ്ങൾ ഇത്തിരി നേരം 5 10 മിനിറ്റ് റെസ്റ്റ്. എന്താ 10 മിനിറ്റ് പറയേ? ഹലോ, നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട്. ഗോഡ് ബ്ലെസ് യു.